ഹലോ നമസ്കാരം. രാധാസ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ, അതായത് 6/4/25 കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സച്ചി ഇങ്ങനെ ആലോചിക്കുകയാണ്, രേവതിയോട് സത്യങ്ങളൊക്കെ പറയായിരുന്നു. അവൾ എത്ര നാളിച്ചിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുക, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കത് വേദനയാവില്ലേ, വിഷമാവില്ലേ. അപ്പോൾ പറയണ്ടേ, പറയാം. അങ്ങനെ ആകെ ഒരു കൺഫ്യൂഷനിലാണ് നമ്മുടെ സച്ചി. അങ്ങനെ അവസാനം പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി വരികയാണ് താഴത്ത് ഇറങ്ങി വരുമ്പോൾ അവളിങ്ങനെ ഹാളിൽ കിടക്കുന്നുണ്ട്. മുകളിൽ ഹാളിലാണ് കിടക്കുന്നത്. ഇങ്ങനെ ഉറങ്ങുന്നത് കുറച്ച് നേരം പാവം നോക്കി നിൽക്കും കേട്ടോ. നോക്കി നിന്നിട്ട് പിന്നെ സച്ചി മെല്ലെ അവിടെ ചമരം പടിഞ്ഞ് അടുത്തിരിക്കും. എന്നിട്ട് ഇങ്ങനെ നോക്കും, പറയണോ പാവം എത്രമാത്രം വിഷമിക്കും. അവളെന്ന് പറഞ്ഞാൽ അവന് ജീവനാണ്, അവനെന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ്, സ്വന്തം അനിയനല്ലേ. ഇനിയിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും, അവർക്കിത് താങ്ങാൻ പറ്റുമോ, ഈ വിഷമം താങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അവസാനം അവിടെ ചമ്മറം പടിഞ്ഞ് അവളടുത്ത് ചെയ്തിട്ട് പതുക്കെ അവളുടെ തലമുടി ഇങ്ങനെ തലോടി കൊടുക്കുകയാണ് കേട്ടോ. സച്ചി അവളെ ഇങ്ങനെ ഉറങ്ങുന്നത് നോക്കിയിട്ട് പതുക്കെ ഇങ്ങനെ, പാവം എൻ്റെ രേവതി, അവൾക്കിത് താങ്ങാൻ പറ്റില്ല, പറയണ്ട ഇങ്ങനെ പറഞ്ഞ് പിന്നെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രേവതി ഉണരുകയാണ്. പെട്ടെന്ന് ഞെട്ടി ഉണർന്നിട്ട് നീച്ചിരിക്കുക. എന്താണെന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല, ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെള്ളം ഇവിടെ ഉണ്ടല്ലോ എന്നിട്ട് വേഗം എടുത്ത് കുടിച്ച് കഴിഞ്ഞിട്ട് ബോട്ടിലടച്ചിട്ട് അവിടുത്തെ ഇരിക്കുന്നു പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും കേട്ടോ. അപ്പോൾ അവൾ ഇങ്ങനെ നോക്കിയിട്ട് പറയും, ഒന്നും മിണ്ടില്ല, എന്തെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും പറയണ്ടേ, ഇപ്പം എന്നോടൊന്നും മിണ്ടുന്നില്ല, എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നെങ്കിലും ഒന്ന് ചോദിക്കാൻ പറഞ്ഞൂടെ, ക്ഷമിക്ക് രേവതി എന്നൊരു വാക്ക് എന്നോട് പറഞ്ഞൂടെ, ഇത് മിണ്ടാതെ നടന്നിട്ട് എങ്ങനെ എന്നോട് മിണ്ടുന്നില്ലെങ്കിൽ ഞാനും മിണ്ടുന്നില്ല എന്നിങ്ങനെ രേവതി പറയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്ന കാർ പാർക്കിലേക്കാണ് ആൻ്റണി ഗുണ്ടകളും കൂടെ വരികയാണ്. അപ്പോൾ ഗുണ്ടകൾ വരുമ്പോൾ ഇവരെല്ലാവരും കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് ഇവൻ വരുന്നത്, ബൈക്കിൽ വന്ന് അവിടെ ഇറങ്ങുകയാണ്. എന്താ ആൻ്റണി ഇപ്പോൾ വരുന്ന ചോദിക്കും മഹേഷ്. മര്യാദയ്ക്ക് എൻ്റെ കാശ് എടുത്തോ എന്ന് പറയും. അപ്പോൾ പറയും, ആൻ്റണി ഞങ്ങൾക്ക് കുറച്ചും കൂടെ സമയം താ, ഞങ്ങൾ കാശ് എങ്ങനെയെങ്കിലും തിരിച്ച് തന്നോളാം, ഞങ്ങൾക്ക് കുറച്ചും കൂടെ സമയം താന്ന് പറയും ഇവർ, മഹേഷും കൂട്ടരും. അപ്പോൾ പറയും, പറ്റില്ല, എനിക്കിപ്പോൾ എൻ്റെ കാശ് കിട്ടണം, കാശ് കിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വണ്ടി പിടിച്ചുകൊണ്ട് പോവുകയാണെന്ന് പറയും. അപ്പോൾ പറയും, വണ്ടി കൊണ്ടുവരുത്, ഞങ്ങൾക്ക് വണ്ടിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല ആൻ്റണി പറഞ്ഞ് കൈയും കാലും പിടിക്കുകയാണ് ആൻ്റണിയുടെ. അപ്പോഴേക്കും ഗുണ്ടകളോട് പറയും, മാറി നിൽക്കടാ, വണ്ടി എടുക്കുക എന്ന് പറയും. ഇപ്പോൾ ഈ വണ്ടി നിങ്ങൾ എടുക്കുക, ബാക്കിയുള്ളത് നമ്മുടെ ആളുകൾ വന്നിട്ട് എടുത്തോളും എന്ന് പറയും. അപ്പോഴേക്കും പറയും, ഇവർ കൈയും കാലും പിടിക്കേണ്ട എല്ലാവരും കൂടെ, കൊണ്ടുപോയില്ലേ ഇറങ്ങുക, നിർത്തടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണ് സച്ചി. അപ്പോൾ കൈ ഇങ്ങനെ പിന്നിക്ക് കെട്ടിയിട്ടാണ് അവൻ വരുന്നത്. അപ്പോൾ നടന്നാണ് ആൾ വരുന്നത് കേട്ടോ. അപ്പോൾ പറഞ്ഞു, നിർത്തടാ, നീ വണ്ടിയുടെ മുകളിൽ ഒരാൾ തൊട്ടുണ്ടെങ്കിൽ കൈ ഞാൻ വിട്ടെന്ന് അറിയും കേട്ടോ. അപ്പോൾ ഗുണ്ടകൾ വേഗം മാറി നിൽക്കും. അതിൽ പറയും, നീ വന്നോ, നിന്നെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ സച്ചിയും ആൻ്റണി ഇങ്ങനെ മുഖാമുഖം നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചി ഇങ്ങനെ ദൃഢനിശ്ചയത്തിലാണ് നിൽക്കുന്നത് പുള്ളി. അപ്പോൾ പുള്ളിയുടെ കൈ എപ്പോഴും പിന്നിൽ കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ പറയും, ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്യ്, നീ ഇവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് എൻ്റെ കാലിൽ വീണ് സാഷ്ടാംഗം വീണ് മാപ്പ് പറ, അപ്പോൾ ഞാൻ ഇവർക്ക് കുറച്ചും കൂടെ ഇളവ് കൊടുക്കും, വണ്ടിയുടെ അടവ് അടയ്ക്കാൻ വേണ്ടി കുറച്ചും കൂടെ ഇളവ് കൊടുക്കും, ഇല്ലെങ്കിൽ ഞാൻ വണ്ടി പിടിച്ചുകൊണ്ട് പോകുന്ന പറയും. അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കും മൊത്തക്ക്, കൈ രണ്ടും മോളിക്ക് കൂപ്പി സാഷ്ടാംഗം വീണ് എന്നോട് മാപ്പ് പറയാമെന്ന് പറയും. അപ്പോൾ മഹേഷ് വരും. മഹേഷ് വന്നിട്ട് അറിയും, മാപ്പ് പറയാനോ സച്ചി, ഇവനോടോ, അത് വേണ്ട സച്ചി അറിയും, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വണ്ടി കൊണ്ടുവന്ന് പറയും. അപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ ഒരു കുറച്ചൊരു 10 അടി ഇങ്ങോട്ട് പിന്നിക്ക് നടക്കും. പിന്നിക്ക് ഇങ്ങനെ ഇവനെ നോക്കിയിട്ട് തന്നെ, അതായത് ആൻ്റണീനെ നോക്കിയിട്ട് ഇങ്ങനെ പിന്നിക്ക് പോയിട്ട് ഇങ്ങനെ നിന്നിട്ട് കുറച്ചൊരു 10-15 അടി വിറ്റ് ഇങ്ങനെ നിന്നിട്ട് പറയും. അപ്പോൾ ആൻ്റണീൻ്റെ വിചാരം ഇല്ല, ഇപ്പോൾ സച്ചി മാപ്പ് പറയപ്പോൾ വിഴും എന്നുള്ളതിലിങ്ങനെ കാത്തു നിൽക്കുക. അപ്പോൾ സച്ചി പറയും, മാപ്പ് പറയണം, ഇവിടുന്ന് ഓടി വന്ന് നിൻ്റെ നെഞ്ചം കൂടെ നോക്കി ഒരു ചവിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിന്നെ അപ്പുറത്ത് കിടക്കും, നീ എന്താ വിചാരിച്ചാൽ ഞാൻ നിൻ്റെ കാലിൽ വീണ് മാപ്പ് പറയും, നീ ആരാ ഞാൻ മാപ്പ് പറയും, നീ മഹാനാ, കൈ ഊപ്പി നിന്നിട്ട് ഞാൻ നിന്നോട് മാപ്പ് പറയാനോ എന്ന് പറയും. എന്താണ് പിന്നെ അങ്ങനെ കുറച്ച് നല്ല അടിപൊളി ഡയലോഗുകളുണ്ട് നമ്മളുടെ സച്ചിക്ക് കേട്ടോ. അപ്പോൾ പറയും, പിന്നെ നീ ആരാന്നാടാ നിൻ്റെ വിചാരം എന്ന് പറയും. അപ്പോൾ അറിയാം, എടാ പോയി വണ്ടി എടുക്കറിയാം. അപ്പോൾ പറയും, നിങ്ങളോടാ പറഞ്ഞു വണ്ടിയുടെ മുകളിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ കൈ വെട്ടെന്ന് പറഞ്ഞാൽ സച്ചി വെട്ടന്നെ ചെയ്യും എന്ന് പറയും. അപ്പോൾ പിന്നെ ആൻ്റണിക്കൊരു ഭയമാവും കേട്ടോ, ഗുണ്ടകൾക്കും. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കും. അതിൽ പറയും, നീ പിന്നെ ഈ പാവങ്ങളടുത്ത് നിന്ന് കള്ളൊപ്പിട്ടിട്ട് വാങ്ങിയിട്ട് പിന്നെ പൈസ കൊടുത്തതല്ലേടാ, എത്ര പലിശ തന്നാലും മുതലിൻ്റെ ഏറ്റവും കൂടുതൽ പലിശ തന്നാലും പിന്നെ നിങ്ങളുടെ മുതലിക്ക് ആവണമെന്നില്ലല്ലോ,
അതുകൊണ്ട് ഇന്ന് ഞാനത് തീർത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോരുത്തരെ വിളിക്കുക, ഒരാളെ വിളിക്കുകയാണ്. ബൈജു നീ എത്ര കൊടുക്കാണ്ടടാ എന്ന് ചോദിക്കും. അപ്പോൾ 50,000 പറയും. എന്നാ എന്നിട്ടൊരു ആ കവറിനെടുത്തൊരു കവറാണ് മൂപ്പരുടെ കയ്യിലൊരു നീല കവറിൽ ഇങ്ങനെ പിടിച്ചിട്ട് പൈസയാണ് കയ്യിൽ വിട്ടിട്ട് കൊടുക്കുക എന്ന് പറയും. അതിൽ അവൻ ഇങ്ങനെ നന്തം വിട്ട് നിൽക്കും. അപ്പോൾ ആൻ്റണി ഒന്നും ഞെട്ടും. കാരണം അവൻ ഇതിങ്ങനൊരു നീക്കം നമ്മളുടെ സച്ചിയുടെ കയ്യിൽ ഉണ്ടാവുമെന്ന് അവൻ വിചാരിച്ചിട്ടില്ല. കൊടുക്കുക, പൈസ കൊടുക്കുക എന്നിട്ട് കൊടുക്കുകയാണ് 50,000. നിൽക്കുക ഒരു മിനിറ്റ് മഹേഷേ, ഇവന്മാരെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, നിങ്ങോട്ട് നീ ഇത് വീഡിയോ എടുക്കുക എന്നറിയും. നാളെ അവൻ കൊടുത്തില്ല എന്ന് പറഞ്ഞ് വരില്ലേ, അപ്പോൾ അതിന് നമ്മളടുത്തൊരു തെളിവാണല്ലോ, വീഡിയോ എടുക്കുക എന്ന് പറയും. അങ്ങനെ അത് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ 50,000 കൊടുക്കും. മറ്റേ അടുത്ത ആളെ വിളിക്കും, അവനും 50,000 കൊടുക്കേണ്ടത്, അതും കൊടുക്കും. അങ്ങനെ അവരുടെ 2-3 ആളുകളെ വെച്ച് എല്ലാവരും 3-4 ആളെ വിളിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും 50,000 കൊടുക്കുക. അപ്പോൾ ഒക്കെ കൊടുക്കുമ്പോൾ ഇതൊക്കെ നമ്മളെ മഹേഷ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ പറയും, മഹേഷേ നീ എത്ര കൊടുക്കാണ്ട് എന്ന് പറയും. അതേടാ ഞാൻ 75,000 കൊടുക്കാമെന്ന് പറയും. ഇന്ന് അങ്ങോട്ട് വാ എന്ന് പറയും. അപ്പോൾ ബൈജു വീഡിയോ എടുക്കുകയാണ്, മഹേഷ് 75,000 കൊണ്ട് കൊടുക്കും. ഇനി മേലാൽ ഈ പാർക്കിൽ, ഈ ടാക്സി പാർക്കിൽ നീ നിൻ്റെ കാശും ചോദിച്ച് വന്ന് ഈ വഴി കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ കാണിച്ചു തരാം. പാവപ്പെട്ട ആളുകളെ ഇങ്ങനെ പിഴിഞ്ഞ് നീ കാശുണ്ടാക്കാമെന്ന് എനിക്കറിയാം. പിന്നെ ആ കൊച്ചു പയ്യനെ മുന്നിൽ നിർത്തിയിട്ടാണ് നിൻ്റെ കളി. അതിനുള്ളതൊക്കെ കൂടെ ഞാൻ നിനക്ക് ഇനി ബാക്കി തരാം കേട്ടോ എന്നൊക്കെ പറയണം. എന്നിങ്ങനെ നിൽക്കണം, പോടാ എന്ന് പറയും. അപ്പോഴും നിൽക്കണം, പോടാന്ന് പറയും. ഇനി ഈ വഴിവട്ടത്ത് കണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി ആൻ്റണീനെയും കൂട്ടരെ ഓടിച്ചു വിടുകയാണ്. അങ്ങനെ അവർ കാശൊക്കെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ പോവുകയാണ്. അപ്പോഴേക്കും ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമാവും. എല്ലാവരും വന്നിട്ട് സോറി ഇടാ, ഞങ്ങളടുത്ത് ക്ഷമിക്കും, ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ലാഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ വന്ന് നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്, നീ ക്ഷമിക്കും, നീ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. എന്നിട്ട് ഓരോരുത്തരും വന്നിട്ട് സോറി പറയും. അതൊന്നും സാരില്ല, എനിക്കെന്ത് വന്നാലും എനിക്കതൊരു പ്രശ്നമില്ല, പക്ഷെ ഞാൻ കാരണം നിങ്ങൾ ബുദ്ധിമുട്ടരുതല്ലോ എന്ന് പറയും. അപ്പോൾ ശരി, നിങ്ങളെ സമാധാനമായിരിക്കും, ഇപ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ല, ഇനി അവൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നീ കാശ് വാങ്ങരുത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണ് സച്ചി. അപ്പം ഞാൻ ഇന്ന് പോവുകയാണെന്ന് അറിയാം. അപ്പോൾ നീ അപ്പോൾ നിൻ്റെ കാർ എവിടെയെന്ന് വയ്ക്കും. അപ്പം സച്ചി മിണ്ടുന്നില്ല. പറയടാ നിൻ്റെ കാർ എവിടെ വയ്ക്കും മഹേഷ്. പറയും ഞാനത് വിറ്റടാ അറിയും. വിറ്റോ എന്ന് വയ്ക്കും. വിറ്റു പറയും. എടാ അതെന്താണ് നീ വിറ്റ് അറിയും. ആ പൈസയാണ് ഇപ്പോൾ നിങ്ങൾ ആൻ്റണിക്ക് കൊടുത്ത്. എടാ എല്ലാം കൂടെ ഒരു 4-4.25 ലക്ഷം ഉറുപ്പിക കൊടുത്തില്ലേ നീ എന്ന് പറയുമ്പോൾ കൊടുത്തു. അത് അവന് എൻ്റെ കാറ് വിറ്റ കാശ് കൊടുത്തത്. ഇപ്പോൾ എൻ്റെ ഒരു കാറ് മാത്രമല്ലേ പോയുള്ളൂ, നാളെ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരുടെയും കാറ് പോവില്ലായിരുന്നു പറയും. എടാ അച്ഛനത് ആധാരം പണയം വെച്ചിട്ടല്ലേടാ നിനക്ക് ആ കാറ് വാങ്ങിച്ചെന്നത് എന്നറിയും. അതൊന്നും സാരമില്ല, അതൊക്കെ പോട്ടെ എന്നറിയാം നമ്മുടെ സച്ചി. കാർ ഇനി ഉണ്ടാവും, സാരമില്ല, നിങ്ങളൊക്കെ സമാധാനമായിട്ട് ഇരുന്നാൽ മതി, ഞാൻ പോവാടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാവം നടന്നു പോകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമം കേട്ടോ. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. അതിൽ നമുക്ക് സങ്കടം തോന്നും കണ്ടു കഴിഞ്ഞാൽ കേട്ടോ. അങ്ങനെ നമ്മളെ സച്ചി ഇങ്ങനെ നടന്ന് പോവുകയാണ്, കാറും ഇല്ലാണ്ട്. പാവം തോന്നും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ രേവതിയുടെ വീടാണ്. രേവതിയുടെ വീട്ടിൽ രേവതിയുടെ അമ്മ അനിയനിങ്ങനെ തനി ഫ്രോഡാണ് ആ ചെക്കന് കഞ്ഞി ഇങ്ങനെ കോരി കൊടുക്കുക. കഞ്ഞി ഇങ്ങനെ കോരി കൊടുക്കുമ്പോൾ പറയും, എന്ത് ചെയ്യാനാ, കൈയിൻ്റെ ഇതിലിങ്ങനെ കരയാണ് അമ്മ. അപ്പോൾ പറയും, അമ്മ ഒന്ന് കരയാണ്ടിരിക്കേ എന്നറിയും. അപ്പോൾ രേവതിൻ്റെ അനിയത്തി, കരയാതിരിക്കാമേ, മാറില്ലേ, 2-3 മാസം കഴിയുമ്പോഴേക്കൊക്കെ ശരിയാവുന്നല്ലേ ഡോക്ടർ പറഞ്ഞത്, പിന്നെ എന്തിനാമ്മ അങ്ങനെ വിഷമിക്കുന്നത്. അപ്പോൾ പറയും, അതല്ല മോളെ, എക്സാം എഴുതാനുള്ളതല്ലേ, അവന് പരീക്ഷ എഴുതാനുള്ളതല്ലേ, അപ്പോൾ ഒന്നും ഇത് ശരിയായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അമ്മേ പറയും. ഇപ്പോൾ രേവതി ഇങ്ങനെ തലയ്ക്കും കൈയും കൊടുത്ത് അവിടെ ഇരിക്കുകയാണ്. അതിന് രേവതിക്കൊന്നും പറയാനില്ല, എന്നാലും സച്ചി ഇത് ചെയ്തല്ലോ എന്ന് പറഞ്ഞുള്ള സങ്കടമാണ്. അപ്പോഴേക്കും അവിടേക്ക് രവി വരിക. രവി വന്നിട്ട് അപ്പോൾ രവി കാണുമ്പോൾ നമ്മുടെ രേവതി പെട്ടെന്ന് എഴുന്നേറ്റിരിക്കും. അച്ഛാ എന്ന് പറഞ്ഞിട്ട് വേഗം എഴുന്നേറ്റ് നിൽക്കും കേട്ടോ. അപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് അപ്പോൾ അച്ഛാ, അപ്പോൾ ഇതിപ്പോൾ എന്താണ് ലക്ഷ്മി, അതായത് രേവതിയുടെ അമ്മയും നിൽക്കുമ്പോൾ വേണ്ട അവിടെ ഇരിക്കുക എന്ന് പറയും. അങ്ങനെ നമ്മുടെ രേവതി ഒരു കസാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ വന്നിരിക്കും. പിന്നെ അവൾ പോയിട്ട് അകത്ത് പോയിട്ട് ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുന്നു കൊടുക്കുക. അപ്പോൾ പറയും, എങ്ങനെയുണ്ട് ശരത്തെ, കൈ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. അപ്പോൾ പറയും, കൈ ഇപ്പോൾ കുഴപ്പമില്ല അങ്കിൾ, വേദനയ്ക്ക് കുറവുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ, കുറച്ച് കുറവുണ്ട് എന്ന് പറയും. അപ്പോൾ പറയും, പിന്നെ എന്താണ് ഇങ്ങനെ സംഭവിച്ചത്, എന്താ നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം സച്ചിയേട്ടാ. അപ്പോൾ പറയും, സച്ചി ഇങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല, പിന്നെ രവിയേട്ടാ, ഞാൻ എൻ്റെ മൂത്ത മോനെ പോലെ ഞാൻ അവനെ കണ്ടത്, പക്ഷെ അവനിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല എന്നൊക്കെ പറയും. അപ്പോൾ അനിയത്തിയും പറയും, സച്ചിയേട്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന് ആരും വിചാരിച്ചില്ല, പക്ഷേ സച്ചിയേട്ടൻ ഒന്ന് സോറി പറയാൻ പോലും വന്നില്ല എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ രേവതി ദേഷ്യപ്പെട്ട് മിണ്ടാണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പറയും, എന്താ സച്ചി അങ്ങനെ ചെയ്തത്, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സച്ചി മുന്നിലാണ് അവന് ദേഷ്യം, മുൻചുണ്ടിയാണ്, പക്ഷേ ഇങ്ങനെ ഇതാവാൻ മാത്രം എന്താ കാരണം എന്ന് അറിയില്ലല്ലോ
എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും പിന്നെ എന്തെങ്കിലും കാരണമല്ലാണ്ട് അവനെ അടിക്കില്ല, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും ഈ ശരത്തിനോട്. അപ്പോൾ പെട്ടെന്ന് അവൻ ഞെട്ടാണ്. അപ്പോൾ ഇല്ല അങ്കിൾ, പിന്നെ എൻ്റെ ഫ്രണ്ടാണ് സച്ചേട്ടൻ്റെ ഫ്രണ്ടിനെ തല്ലി, അതാണ് പ്രശ്നം ഉണ്ടായിരുന്നത്, അതെന്തോ കാറിൻ്റെ പൈസ കൊടുക്കാത്തതിന് എന്തോ പ്രശ്നമാണ്, അല്ലാണ്ട് ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല എന്ന് പറയും. അപ്പോൾ പറയും അതാണ് എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നത്. കാരണം സച്ചി പൊതുവേ മുൻചൂണ്ടിയാണ് എല്ലാവരോടും തല്ലുകൂടും, പക്ഷേ കാര്യമില്ലാത്ത കാര്യത്തിന് അവനങ്ങനെ ആരെയും അടിക്കാറില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ശരത്തിനെ അടിച്ചതല്ല എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. അവനാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ ലക്ഷ്മി പറയണേ എനിക്ക് മോനെ, ചെറിയ പയ്യനല്ലേ, അവൻ പഠിക്കുകയാണ്, ഈ കുടുംബത്തിനെ നാളെ താങ്ങി നിർത്തേണ്ടത് അവനാണ്, എന്നിട്ട് അവന് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സങ്കടമായത്. സച്ചി നിന്ന് കൂടെ നിൽക്കേണ്ടതല്ലേ അവൻ തന്നെയാണ് ഇപ്പോൾ ഇത് ചെയ്തത്, എനിക്കത് ഓർക്കുമ്പോൾ തന്നെ വിഷമമാണ് രവിയേട്ടാ, ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ലക്ഷ്മി വിഷമിക്കാതിരിക്കുക, ഒന്നും കാണാണ്ട് സച്ചി അങ്ങനെ ചെയ്യില്ല, എനിക്കത് അറിയാം, എന്തോ പ്രശ്നമുണ്ട്, ഇവരുടെ ഇടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അതെന്താണെന്ന് മനസ്സിലാവാത്ത, അവനാണെങ്കിൽ ഒന്നും മിണ്ടുന്നത് പോലും ഇല്ല, പിന്നെ അതെന്താണെന്ന് അറിയണം, അല്ലാണ്ട് സച്ചി ഇങ്ങനെ ചെയ്യാൻ ഒരു വഴിയില്ല എന്നൊക്കെ ഇങ്ങനെ ഇയാൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ശരത്തൊന്നും മിണ്ടില്ല, അവൻ കള്ളൻ മിണ്ടാണ്ടിരിക്കുകയാണ്. കാരണം ഇതാണ് സംഭവം എന്ന് ഇപ്പോൾ ഇവരോടും പറയാൻ പറ്റില്ലല്ലോ, വീട്ടിലും പറയാൻ പറ്റില്ല. അപ്പോൾ അവൻ മിണ്ടുന്നില്ല. അപ്പോൾ പറയും എന്തായാലും ഞാൻ അവന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എന്ന് പറയുമ്പോൾ, അയ്യോ അച്ഛൻ ക്ഷമയൊന്നും ചോദിക്കണ്ട എന്ന് പറയും രേവതി കേട്ടോ. അച്ഛൻ അങ്ങനെയൊന്നും പറയല്ലേ അച്ഛൻ എന്തിനാ ക്ഷമ ചോദിക്കുന്നത്, അതൊന്നും സാരമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നാലും അതല്ലല്ലോ മോളെ, പിന്നെ അവൻ കാരണമല്ലേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വന്നത് എന്നറിയും. ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാറുമ്പോൾ ലക്ഷ്മി പറയും, അയ്യോ വേണ്ട രവിയേട്ടാ, അങ്ങനെയൊന്നും പറയണ്ട, സാരമില്ല എന്ന് പറയും. അപ്പോൾ രവി കുറേ പൈസ എടുത്ത് കൈ കൊടുക്കുക. അപ്പോൾ പറയും ലക്ഷ്മി ഇത് പിടിക്കുക, ആവശ്യങ്ങൾ വരും, ഇപ്പോൾ ഇത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഇനിയും ചിലവുകളുണ്ട്, ഇത് വാങ്ങിക്കുക പറയുമ്പോൾ, വേണ്ട രവിയേട്ടാ പൈസയൊന്നും വേണ്ട, അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിക്കോളാം എന്ന് പറയുമ്പോൾ, അതല്ല ഇത് പിടിക്കുക, കയ്യിൽ ഒരുപാട് പൈസയുടെ ആവശ്യം വരുന്നുണ്ട്, പിടിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയും വേണ്ട അറിയും. അപ്പോൾ നമ്മൾ രാജ്യം പറയും വേണ്ട അച്ഛാ, കാശൊന്നും വേണ്ട, അതൊക്കെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രവിക്ക് അല്ലാതെ വിഷമമാണ്. എന്തായാലും വീണ്ടും ഞാൻ നിങ്ങളോടൊക്കെ മാപ്പ് ചോദിക്കുകയാണ് കേട്ടോ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൽ എന്താണെന്ന് ഇപ്പോൾ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല, അവനാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്, സോറി പറയുന്നുണ്ട് നമ്മുടെ രവി. അപ്പോൾ അങ്ങനെ പൈസ കൊടുക്കാൻ നോക്കുമ്പോൾ ഇവരിട്ട് വാങ്ങണമില്ല. അപ്പോൾ പിന്നെ അവരിങ്ങനെ സംഭാഷണം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ചെമ്പനീർ പൂവ് അങ്ങനെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ എന്തായാലും സച്ചി സത്യം പറയും. ഇപ്പോൾ സച്ചിയുടെ കാറും പോയി. അപ്പോൾ ആകെ സങ്കടത്തിലാണ് സച്ചി. കാരണം കാറും ഇല്ല, വീട്ടിലാണെങ്കിൽ പ്രശ്നം, രവതിയും മിണ്ടുന്നില്ല, ആകെ പ്രശ്നമായി. ഇപ്പോൾ എങ്ങനെ ജീവിക്കും നമ്മളെന്ന് വയ്ക്കുമ്പോൾ സച്ചിക്ക് ജീവിക്കാനാണോടാ പ്രയാസം എന്ന് മഹേഷിനോട് പറയുന്നുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും, എനിക്കതൊരു പ്രശ്നമല്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ പിന്നെ ചെമ്പനീർ പൂവ് കഴിഞ്ഞത്. ആരും മിസ് ചെയ്യാണ്ട കാണുക. അതുപോലെ എൻ്റെ പിന്നെ രാധാസ്വാമി കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പ്ലീസ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും എന്നോട് പറയണം. പിന്നെ കഥയാണ്, കുറേ മിസ്റ്റേക്കുകൾ വരും, നമ്മളൊരു വട്ടമൊക്കെ കണ്ടിട്ടാണ് കഥ പറയുക, അതുകൊണ്ട് മുഴുവനായിട്ടൊന്നും ഞാനിപ്പോൾ നമ്മളുടെ ഈ ഇതിൽ പറയുന്നില്ല, അതുകൊണ്ട് ചെറിയ തെറ്റുകളൊക്കെ വന്നാൽ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോട്ടെ, നിർത്തുന്നു. താങ്ക് യു.